ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിത് ഇവിടെ 7 മണിയായി, 7:30 ഹോസ്പിറ്റലിൽ എത്തണം. അപ്പം ഞങ്ങളെല്ലാം റെഡിയായിട്ട് പുകാൻ ഇറങ്ങുകയാണ്. സിജു നേരത്തെ വിളിച്ചു, റെഡിയായി പുകാൻ ഇറങ്ങുകയാണ്. ഉറങ്ങിയിട്ടൊന്നും ഇല്ല, അതിൻ്റെ ക്ഷീണമാണ് ആൾക്ക്. ശരിക്കട്ടാ പുകമ്മാ ഇവിടെ നോക്ക്, ഹോസ്പിറ്റലിലേക്ക് പോകാ. ഹോസ്പിറ്റലിൽ പറഞ്ഞ മാത്രം പറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ ലോഡ്ജിൽ നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നു. കൃത്യം 7:30 എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്തിയ ഉടനെ 1 മാസം മുമ്പ് ബുക്ക് ചെയ്ത നമ്മുടെ ഫോണിൽ മെയിലുണ്ട്, ബുക്ക് ചെയ്ത മെയിൽ. ആ മെയിൽ സെക്യൂരിറ്റിക്ക് കാണിച്ചു കൊടുക്കണം. കൊടുത്താൽ ഒരു അപേക്ഷാ ഫോറം തരും, അത് പൂരിപ്പിച്ച് കൊടുക്കുക. കുട്ടിയുടെ പേര്, അച്ഛൻ്റെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്സ്, റേഷൻ കാർഡിൻ്റെ തരം, BPLO APLO എന്നുള്ളത്, ആധാർ കാർഡ്, ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലയോ, ജാതി, OBC SC ST എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി പൂരിപ്പിച്ച് കൊടുത്താൽ നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ. നമ്മൾ ഫോറങ്ങളൊക്കെ പൂരിപ്പിച്ച് സെക്യൂരിറ്റിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഉള്ളിലേക്ക് കടത്തി വിട്ടു. അവിടെ നിന്ന് ആശാലത ഡോക്ടർ ന്യൂറോളജിക്ക് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്ത ഡോക്ടറിന് ടോക്കൺ തന്നു. 400 രൂപയാണ് ഫീസ്, ഡോക്ടറിൻ്റെ ഫീസ്. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. ബോംബെ, ഡൽഹി, അതേമാതിരി ഹൈദരാബാദ്, ബാംഗ്ലൂർ, പലവിടെ നിന്നും ധാരാളം ആളുകൾ വന്നിട്ടുള്ളവരൊക്കെ അപസ്മാരം, അതുമാതിരി ഫിക്സുമായി ബന്ധപ്പെട്ട അസുഖമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് ഈ രോഗം കാണാൻ ഈ രോഗത്തിന് ചികിത്സയ്ക്ക് വന്നിട്ടുള്ളത്. ഒരു ദിവസം 5, 6, 10 പ്രാവശ്യമൊക്കെ ഫിക്സ് വരുന്നവരും വന്നിട്ടുണ്ട്. തലയിൽ ഹെൽമെറ്റ് ഇട്ടവർ, നാട്ടിലുള്ള ഡോക്ടർ കൈവിട്ട ശേഷം അവസാനമായി എത്തിയവരാണ് പലവരും. പലർക്കും ഇതിന് പരിഹാരവും സമാധാനവും ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹോസ്പിറ്റലിൽ തിരക്ക് കുറച്ച് കൂടുതലാണ്. തിരക്കിൻ്റെയാണ് നല്ല ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുക. നല്ല ക്ഷമയും സമാധാനവും വേണം. പക്ഷേ ഫിക്സ് ഉള്ളവർക്ക് ഒരു അവസാനത്തെ അത്താണിയായിട്ട് ഇതിനെ കണക്കാക്കാം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പേര് വിളിച്ചു. രോഗിൻ്റെ കൂടെ ഒരാളും കൂടി റൂമിൻ്റെ ഉള്ളിലേക്ക് കടത്തുള്ളൂ. അസിസ്റ്റൻറ്റ് ഡോക്ടറാണ് കാര്യങ്ങളെല്ലാം ചോദിച്ച് കമ്പ്യൂട്ടറിൽ ഒരു 3/4 മണിക്കൂർ നേരം നമ്മുടെ എങ്ങനെയാണ് അസുഖം വന്നത്, എങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്, എങ്ങനെയാണ് ഈ ഫിക്സ് വന്നത് എന്നുള്ളതൊക്കെ കാണിച്ചു കൊടുക്കണം. ആ രീതികളൊക്കെ പറഞ്ഞു കൊടുക്കണം. വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും അവർ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുത്ത് എല്ലാം കമ്പ്യൂട്ടറിൽ കയറ്റും. സിജുക്കുട്ടൻ്റെ വീഡിയോ കാണുന്ന പലവരിനെയും അവിടെ നമുക്ക് കാണാൻ പറ്റി. പക്ഷേ അവരുടെ അടുത്ത് കൂടുതൽ നേരം സംസാരിക്കാനും ഇതിനൊന്നും നമുക്ക് സാഹചര്യം കിട്ടിയില്ല. അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നഴ്സിംഗിന് പഠിക്കുന്ന ഒരു പയ്യനാണ്, നമ്മളെ കാണാൻ വന്നതാണ്. അവൻ മലപ്പുറംകാരനാണ്. നമ്മളവിടെ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി വന്നാണ് സിജുക്കുട്ടനെ. അവനിക്ക് വലിയ സന്തോഷമായി കണ്ടപ്പോൾ. ഹോസ്പിറ്റലിലെ എല്ലാ പരിപാടിയും കഴിയുമ്പോഴേക്കും 6 മണി കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ സമയം പാഴാക്കിയില്ല. റൂമൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ട് അങ്ങനെ ഭീമാപ്പള്ളിക്ക് വന്നു. ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞത് ഈ ടെസ്റ്റുകളൊന്നും, അവിടുത്തെ ടെസ്റ്റുകളൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങളുടെ അവിടെ നിന്ന് വീഡിയോ, EEG, അതേമാതിരി മയക്കിയിട്ടുള്ള MRI അതെല്ലാം എടുത്ത ശേഷം ആണ് ഫുൾ റിസൾട്ടുകൾ മനസ്സിലാക്കി പഠിച്ച ശേഷം അവർ മരുന്നും തരുള്ളൂ, ചികിത്സയും തുടങ്ങുള്ളൂ. അപ്പോൾ അവിടെ തിരക്ക് കാരണം നമുക്ക് ഡിസംബർ 6-ാം തീയതിക്ക് സമയം തന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ ഒരാഴ്ച പോയി താമസിച്ച് അവർ സൗകര്യമായി നമ്മളെ വിളിച്ച് ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയ ശേഷമാണ് ഈ മെയിൻ ഡോക്ടറിനെ കണ്ട് നമുക്ക് മരുന്ന് തരുള്ളൂ. ഇപ്പോൾ മരുന്ന് നമ്മളോട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഭീമാപ്പള്ളി കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് ഒരു 6-7 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് ശംഖുമുഖം ബീച്ച്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെയൊക്കെ പോയി കുറച്ച് നേരം 1 മണിക്കൂർ അവിടെയൊക്കെ ഇങ്ങനെ വട്ടം കറങ്ങി അവിടെയൊക്കെ നോക്കിയ ശേഷം ഞങ്ങളങ്ങനെ അങ്ങോട്ട് തിരിച്ചു വന്നു. പാലക്കാട് ഈ ആലപ്പുഴയ്ക്ക് തിരിച്ചു വന്നു. പിന്നെ രാത്രി 1 മണിക്ക് ആലപ്പുഴ എത്തിയ ശേഷമാണ് നമ്മൾ ഹാൾട്ട് ചെയ്തത്. ബീച്ചുകളൊക്കെ നന്നായിരുന്നു. അവിടെ നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ബൊമ്മക്കളികൾ, അതേമാതിരി നിറയെ സാധനങ്ങൾ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. മീൻ വെക്കുണ്ടായിരുന്നു. മീൻ കഴിച്ചത് കൊണ്ട് ശിജുക്കുട്ടൻ്റെ ഉമ്മാക്കൊക്കെ കുറച്ച് വയറ് പ്രശ്നവും ഛർദ്ദിക്കുന്ന പ്രശ്നങ്ങളൊക്കെ രാത്രിയായി. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ഇങ്ങനെയുള്ള സൈഡിൽ, റോഡ് സൈഡിലുള്ള മീനുകൾ വറുത്ത പഴയ എണ്ണയിലൊക്കെ ഉണ്ടാക്കിയതായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. എന്തായാലും ഒരു 4-5 ദിവസം ശിജുക്കുട്ടൻ്റെ ഉമ്മാക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് മീൻ കഴിച്ചതിൻ്റെ പേരിൽ.
നമ്മുടെ പാലക്കാടൊന്നും നല്ല ഫ്രഷ് മീൻ കിട്ടില്ല. അപ്പോൾ കടൽപ്പുറത്ത് നല്ല മീൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കഴിച്ചത്. അത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാക്കി. പിന്നെ ഇത് അവിടെ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. പിന്നെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു, അത് കണ്ടു. അങ്ങനെ ശിജുക്കുട്ടനയ്ക്ക് നല്ല സന്തോഷമായി. അവനെ നല്ല സന്തോഷിപ്പിച്ച് എല്ലാം കണ്ട് നല്ല സന്തോഷിപ്പിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല. പക്ഷെ അവിടെ കുറച്ച് നേരം നല്ല ക്ഷമയൊക്കെ ആയിരിക്കും. അവിടെ പോയാൽ നല്ല ക്ഷമ വേണം. ശിജുക്കുട്ടിയൊക്കെ നല്ല അഡ്ജസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ ഇരുന്നു, നല്ല ക്ഷമിച്ചിരുന്നു. അവിടെ നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് ഒരിക്കലല്ലേ ഫിക്സ് വന്നിട്ടുള്ളൂ. അവിടെ ജീവിതത്തിൽ ധാരാളം പ്രാവശ്യം വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ, ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് വന്നത്. അത് കണ്ടപ്പോൾ നമ്മുടെ പ്രശ്നം ഒരു പ്രശ്നമല്ല, നമുക്ക് നല്ല സമാധാനമായി. അത് കണ്ടപ്പോൾ ഒരു പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം. എപ്പോൾ ആണെങ്കിലും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും, ഫിക്സിന് എന്നുള്ളതൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെ ഓപ്പറേഷനും പല രീതിയൊക്കെയാണ് ഉള്ളത്. ഈ റേഷൻ കാർഡ്, മഞ്ഞ കാർഡ്, ചുവപ്പ് കാർഡുകാർക്കൊക്കെ അവിടെ പൈസ ഫ്രീ ആണ്. ചെറിയ എന്തെങ്കിലും ചിലവൊക്കെ വരുള്ളൂ. പക്ഷെ നമ്മുടെ ഈ വെള്ളക്കാർഡ്, നീലക്കാർഡിനൊക്കെ ഈ സാധാരണ പുറത്തുള്ള ഹോസ്പിറ്റലിനെയും വെച്ച് ചെറിയൊരു കുറവ് ഉണ്ടാവുള്ളൂ. അതേ ചാർജ് തന്നെ വരും. പിന്നെ ഇൻഷുറൻസ് ഉള്ളവർക്ക് ഇൻഷുറൻസ് സ്വീകരിക്കും അവിടെ. നമ്മുടെ ശിജുക്കുട്ടിക്ക് ഓട്ടിസം കുട്ടികൾക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ല. അവന് ഏത് ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുറൻസ് ചേർക്കില്ല. സ്റ്റാർ ഹെൽത്തോ അങ്ങനെ ഏതും ചേർക്കില്ല. പക്ഷേ ഇവർക്ക് നിരാമയ പറഞ്ഞ ഒരു ഇൻഷുറൻസാണ് ഗവൺമെൻറ്റിൻ്റെ ഉള്ളത്. അതിൻ്റെ പൈസ കിട്ടണമെങ്കിൽ ഒരുപാട് കഷ്ടമാണ്. പേപ്പർ വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ ചെറിയ പ്രശ്നത്തിന് നമ്മൾ ചീരഴിഞ്ഞ് നടക്കണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ടൊന്നും നമുക്ക് ആ ഇൻഷുറൻസ് ഒന്നും വാങ്ങിയെടുക്കാനൊന്നും കഴിയൊന്നുമില്ല. ഓരോരോ കാര്യത്തിന് ചെറിയ കാര്യത്തിന് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കും അവർ. അങ്ങനെ രാത്രി ഞങ്ങൾ യാത്ര ചെയ്ത് ഇടയിൽ ചായയൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് ജാളിമാതിരിയാണ് തിരിച്ചും വന്നത്. ആലപ്പുഴയിൽ രാത്രി 1 മണിക്കെത്തി. അവിടെ ഒരു ദിവസം അവിടെ ഒരു 11 മണി വരെ ഹാൾട്ട് ചെയ്തു. പിറ്റേ ദിവസം 11 മണി വരെ. അത് കഴിഞ്ഞ് ബോട്ട് യാത്രയ്ക്ക് പോയി. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അടുത്ത ദിവസം ഇടാം. അങ്ങനെ വളരെ സന്തോഷമായിട്ട് തന്നെയാണ് പോയി വന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നും യാത്രയിൽ ഉണ്ടായിരുന്നില്ല. ശിജുക്കുട്ടനൊക്കെ നന്നായി സഹകരിച്ചിട്ടാണ് ഇരുന്നത്. രാഗം റിസോർട്ട് പറഞ്ഞ ആലപ്പുഴയിലൊരു ഹോട്ടലാണ് താമസിച്ചത്. വാടക അവിടെ 1500 രൂപയായിരുന്നു ഒരു റൂമിന്, 3 ആൾക്ക് കിടക്കാനുള്ള റൂമിന്, AC ഒക്കെ ഉള്ള റൂമിന്. പിന്നെ ഞങ്ങൾ പുറത്ത് ബോട്ടിലേക്ക് പോയി. രാവിലെ ഒരു 11 മണിയായപ്പോൾ ശിജുക്കുട്ടൻ്റെ ഉമ്മാക്കൊക്കെ നല്ല ക്ഷീണമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളവിടെ 11 മണി വരെ താമസിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ കാലത്ത് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. ഫിക്സിന് അപസ്മാരത്തിന് പറ്റിയ ഹോസ്പിറ്റലാണ് ചിത്ര ഹോസ്പിറ്റൽ. പോകുന്നവർ ബുക്ക് ചെയ്ത ശേഷം ഡോക്ടറിൻ്റെ റെഫറൻസ് ലെറ്ററോടുകൂടി പോകുക. നല്ല ഹോസ്പിറ്റലാണ്. നമുക്ക് പോയ ഒരു സമാധാനം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ എന്തായാലും ഉണ്ടാവും, അത് നമ്മൾ സഹിച്ചേ പറ്റൂ. 11 മണിക്ക് ശേഷം ഞങ്ങൾ ഒരു ബോട്ട് യാത്ര നടത്തി 2 മണിക്കൂർ. അതിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.